വലിയ വിവാദങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം JSK തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവാദങ്ങൾക്കും പേരുമാറ്റലിനും ഒടുവിലാണ് ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപി നായകനായ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം വലിയ വിഷയമാണ് സംസാരിക്കുന്നതെന്നും വിവാദങ്ങളൊന്നുമില്ലെന്നും നായകൻ സുരേഷ് ഗോപിയും പറയുന്നുണ്ട്. ചിത്രം കാണാനെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത്. വിവാദങ്ങൾ മാറ്റി നിർത്തിയാൽ ചിത്രം നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചതിന് മറുപടി നൽകിയായിരുന്നു സുരേഷ് ഗോപി. വിവാദങ്ങളൊന്നുമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. സിനിമ വലിയൊരു വിഷയമാണ് സംസാരിക്കുന്നത്. ആ വിഷയം ഇങ്ങനെ വിവാദങ്ങൾ ഉയർത്തി ഇല്ലാതാക്കാൻ പാടില്ല. കാരണം ഇത് പെൺകുട്ടികളുടെ എല്ലാം സുരക്ഷ, ഒരുപക്ഷെ ദേശീയ സ്ത്രീ ശാക്തീകരണ നയത്തിന് ഒരു പുതിയ ഏടുകൂടി എഴുതി ചേർക്കാൻ, നിയമപരമായ പുതിയ വരികൾ എഴുതി ചേർക്കാൻ വലിയ പോയിന്റ് ആയിരിക്കും ഈ സിനിമ. അതിനുള്ള ഒരു സൂചന ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എല്ലാവരെയും ചിന്തിപ്പിക്കട്ടെ. അതിനുവേണ്ടി എല്ലാവരുടെയും ശബ്ദം ഉയരട്ടെ. ജാനകി വിദ്യാധരന്റെ ശബ്ദം സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് കൊച്ചു പെൺകുട്ടികളുടെ വളരെ വലിയ ശബ്ദമായി മാറട്ടെ. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇതായിരുന്നു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നിയമനിർമ്മാണത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഈ ചിത്രത്തിലൂടെ സാധിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. ഒരു വലിയ തട്ടുപൊളിപ്പൻ സിനിമയല്ല താൻ പ്രതീക്ഷിക്കുന്നതെന്നും എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന റെവല്യൂഷണറി ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള സിനിമയാകാനുള്ള ശക്തി ഈ സിനിമയ്ക്കുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. അനുപമ പരമേശ്വരനാണ് JSKയിൽ നായികാ വേഷത്തിൽ എത്തുന്നത്. ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അസ്കർ അലി, മാധവ് സുരേഷ് ഗോപി, ബൈജു സന്തോഷ്, ജയൻ ചേർത്തല, ജോയി മാത്യു, അഭിലാഷ് രവീന്ദ്രൻ, അജിത് മേനോൻ, നിസ്താർ സേഠ്, വൈഷ്ണവി രാജ്, മേധാ പല്ലവി, കോട്ടയം രമേശ്, ദിലീപ്, ബാലാജി ശർമ്മ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. പ്രവീൺ നാരായണാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെയാണ് ചിത്രത്തിന്റെ അഭിപ്രായങ്ങളും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മിസ് ചെയ്ത ആ ഫയർ ബ്രാൻഡ് സുരേഷ് ഗോപി തിരിച്ചു വന്നിരിക്കുന്നുവെന്നാണ് പ്രേക്ഷകരുടെ ആദ്യ അഭിപ്രായങ്ങൾ. പൊളിപ്പടം തന്നെയാണ് ഈ ചിത്രം. ത്രില്ല്, ആക്ഷൻ, ഇമോഷൻ, മാസ് രംഗങ്ങൾ കൊണ്ട് ചിത്രം കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയാണ് എന്ന് പറയുകയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ. സുരേഷ് ഗോപിയുടെയും അനുപമ പരമേശ്വരന്റെയും പെർഫോമൻസ് ആണ് ഏറ്റവും ഹൈലൈറ്റ്. ഫസ്റ്റ് ഹാഫും സെറ്റ് ആയിരുന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് ഡൗൺ ആയി എന്നും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ഹാഫ് അത്ര ഗംഭീരമല്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഓക്കേഷ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. നമുക്കറിയാവുന്ന ഒരു ടെംപ്ലേറ്റിൽ തുടങ്ങുന്ന പടം പക്ഷേ എൻഗേജ് ആവുന്നത് ഇന്റർവെലിന് അടുക്കുമ്പോഴാണ് എന്നതും പ്രേക്ഷകർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എല്ലാവരുടെയും ഒരു വാക്കുണ്ട്, സുരേഷ് ഗോപിയും അനുപമയും ഗംഭീര പെർഫോമൻസ് ആണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന്. അതുതന്നെയാണ് ചിത്രത്തിന്റെ പ്ലസ് എന്നും ഇപ്പോൾ പറയാൻ കഴിയും. സത്യം ജയിക്കുന്ന സ്ഥലമല്ല കോടതി, തെളിവുകൾ ജയിക്കുന്ന സ്ഥലമാണ് കോടതി എന്ന വാക്കുകൾ ആവർത്തിക്കുകയാണ് JSKയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ ഇപ്പോൾ സോഷ്യൽ മീഡിയ. ചില വാക്കുകൾ കുറിക്കൊള്ളുന്നതാണെന്ന് ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വാക്കുകൾ പറയുന്നത് പോലെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ചിത്രത്തിന് സാധിക്കും എന്ന് തന്നെ തോന്നുന്നു. അതുതന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുന്നതും. കൂടാതെ ചിന്താമണി കൊലക്കേസിലെത്തിയ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തെ പോലൊരു ഓർമ്മപ്പെടുത്തൽ JSKയിലെ സുരേഷ് ഗോപിയും നൽകുന്നുണ്ടെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രവചനാതീതവും എന്നാൽ ആകർഷകവുമായ ഒരു കോർട്ട് റൂം ഡ്രാമ, മികച്ച അഭിനേതാക്കളുടെയും മികച്ച സംവിധായകന്റെയും ഫലമായി ഇത് വിജയിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഉയർന്ന സ്ക്രീൻ സാന്നിധ്യവും ഗ്രേ ഷെയ്ഡിലുള്ള കഥാപാത്ര രൂപീകരണവും ചിന്താമണിയിലെ LKയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിലും എത്തിയിരിക്കുന്നതെന്ന് പ്രേക്ഷക നിരൂപണത്തിൽ പറഞ്ഞു വെക്കുന്നു. അനുപമ പരമേശ്വരനും മികച്ച അഭിനയം കാഴ്ചവെച്ചു. രണ്ടാം പകുതിയിൽ സിനിമയുടെ ഗ്രിപ്പ് ഒന്ന് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചിത്രം എൻഡ് ചെയ്യുന്നത് ഒരു പ്രോമിസിംഗ് നോട്ടിലാണ്. അതാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും. മൊത്തത്തിൽ നല്ലൊരു സിനിമ എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. പോരായ്മകളൊക്കെ മാറ്റി നിർത്തിയാൽ മികച്ചൊരു സിനിമ തന്നെയാണ് ഈ ചിത്രമെന്നും പ്രേക്ഷകർ ഇപ്പോൾ പറയുകയാണ്.